ചെയ്യുന്ന ഒരു കൗൺസിലുണ്ട്. നമ്മുടെ കൊല്ലം കോർപ്പറേഷനിൽ 55 കൗൺസിലർമാരുണ്ട്. അതിലേറ്റവും മിടുക്കനായ കൗൺസിലറായി ഇന്ന് അസൈൻ മാറിയിരിക്കുകയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസങ്ങളും അസൈൻ്റെ ഓരോ കാര്യങ്ങൾ മാത്രമാണ്, അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ഒരു ശ്മശാനം ഉണ്ടായിരുന്നു. ശ്മശാനം കാട് പിടിച്ച് കിടന്നൊരു ശ്മശാനം. ആ ശ്മശാനമൊക്കെ ഇന്ന് വളരെ അത് പ്രവർത്തനരഹിതമായി കിടന്നൊരു ശ്മശാനമൊക്കെ ഇന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞാൻ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതേ കണക്ക് തന്നെ എത്രയോ പാവങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം എൻ്റെ മുന്നിൽ ഇത്രയോ കുട്ടികൾ ഈ ആക്കോലി ഡിവിഷനിൽ മികച്ച ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികൾക്ക് ഈ അവാർഡ് മെറിറ്റ് അവാർഡ് നൽകുന്നു. അങ്ങനെ ഓരോരോ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ തൊട്ടടുത്ത പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കാരണം എന്നെ എല്ലാ പരിപാടിക്കും അസൈൻ വിളിക്കാറുണ്ട്. അസൈൻ്റെ ഒരു പരിപാടി പോലും മാറ്റിവെക്കാതെ എന്ത് സമയക്കുറവുണ്ടെങ്കിലും അസൈൻ്റെ പരിപാടിക്ക് ചെയ്യും. അവിടെ ചെന്നാൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതീകമാണ് ഈ അസൈൻ്റെ പരിപാടികളെല്ലാം. ആക്കോലി ഡിവിഷനിൽ സുനാമി ഫ്ലാറ്റുകൾ ഉൾപ്പെടെ ഒരു ഉത്സവ പ്രതീകമാണ്. അത്രക്കും ജനപങ്കാളിത്തമുള്ള ഒരു ജനകീയനായ കൗൺസിലറായി ഇന്ന് അസൈൻ മാറിയിരിക്കുകയാണ്. കാരണം ഈ ഒരു ഡിവിഷനിലെ കാര്യങ്ങളെല്ലാം അറിയാം. ഈ ഡിവിഷനിൽ വളരെ ആര് നിന്നാലും തോറ്റുപോകുമെന്ന് പറഞ്ഞൊരു ഡിവിഷനിലാണ് അസൈൻ ഏൽപ്പിച്ചത്. അസൈൻ വലിയ ഭൂരിപക്ഷത്തിലൂടെ ജയിച്ചു. ജനങ്ങൾക്കറിയാം, അസൈനെ തിരഞ്ഞെടുത്താൽ അസൈൻ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ അറിയാം. ഇന്ന് മയ്യനാട് ഗ്രാമപഞ്ചായത്ത് 72 വർഷത്തിന് ശേഷം ജനങ്ങളെ ഏൽപ്പിച്ചൊരു പഞ്ചായത്താണ്. അവിടുത്തെ ഞങ്ങൾ കയറുമ്പം വളരെ ദയനീയമായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. കാരണം പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ അവസ്ഥയും ഏത് നിമിഷവും തരിപ്പണമാവുന്നൊരു ബിൽഡിങ്, അതേപോലെ തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ബഹുമാന്യനായ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി ശ്രീ കേശവൻ സാറിൻ്റെ നാമധേയത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ വളരെ ദയനീയമായിട്ടാണ് അതിൻ്റെ അവസ്ഥ. കാരണം ഞങ്ങൾ കയറുന്ന സമയത്ത് മരുന്നുകളില്ല, ഡോക്ടർമാരില്ല. വളരെ ദയനീയമായിട്ട് മുൻകാലങ്ങളിലൊക്കെ ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ അറിയായിരിക്കും, മയ്യനാട് ഹോസ്പിറ്റൽ പ്രസവം ഉൾപ്പെടെയുള്ള സംഭവം നടന്നില്ലേ അമ്മ? പ്രസവം ഉൾപ്പെടെയുള്ള സംഭവം നടന്നു. ഇന്നിപ്പോൾ ആ സംഭവങ്ങളൊന്നും ഇല്ല. എന്തിനു പറയാൻ പോസ്റ്റ്മോർട്ടം പോലെ നടന്നിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ. കിടപ്പ് രോഗികൾ 100-150 കിടപ്പ് രോഗികൾ കിടന്ന് അവർക്ക് ചികിത്സ നേടുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. ആ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ആർക്ക് വേണ്ടിയോ ആണെന്ന് അറിയത്തില്ല. ആ ഹോസ്പിറ്റലിനെ തരം താഴ്ത്തി മറ്റുള്ള ഹോസ്പിറ്റലുകളിൽ വിജയപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആ ഹോസ്പിറ്റലിനെ തരം താഴ്ത്തി കൊണ്ടുപോകാം. ഇപ്പം ബഹുമാന്യനായ നമ്മുടെ MLA അഡ്വക്കേറ്റ് വിഷ്ണുമോഹൻ്റെ നേതൃത്വത്തിൽ അവിടെ ആ ഹോസ്പിറ്റലിന് 1.5 കോടി രൂപ ഫണ്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി. കാരണം അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഒരു പൊതു ശ്മശാനമില്ല. പൊതു ശ്മശാനത്തിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. എന്തിനു പറയാനോ, മയ്യനാട് മേഖലയിൽ ശൗചാലയം പോലും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഇന്ന് മയ്യനാട് പ്രദേശം. വളരെ ദയനീയമാണ്. കാരണം
ഇന്ന് അവിടെ ഒരു ബീച്ചുണ്ട്, താന്നി ബീച്ച്. താന്നി ബീച്ചിൻ്റെ പേര് മുക്കം താന്നി ബീച്ചെന്ന് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞങ്ങളത് പാസ്സാക്കി. അത് മുക്കവും താന്നിയും ഉൾപ്പെടുന്ന പ്രദേശമായതിൻ്റെ പേരിൽ മുക്കം താന്നി ബീച്ചെന്ന് അതിന് പേരിട്ടു. അത് സൗന്ദര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ബഹുമാനീയനായ ടൂറിസം മന്ത്രി PC വിശ്വനാഥ് അവർക്ക് ഞങ്ങൾ അതിൻ്റെ റെസൊല്യൂഷൻ പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതൊരു ടൂറിസ മേഖലയാക്കി മാറ്റി അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം എത്രയും പെട്ടെന്ന് എൻ്റെ ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വയനാട് പഞ്ചായത്തിലെ ഒരു ഓണാഘോഷ പരിപാടി, വളരെ ഗംഭീരമായ ഓണാഘോഷ പരിപാടി 22-ാം തീയതി മുതലാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഓണാഘോഷ പരിപാടി ഞങ്ങൾ മുക്കം താന്നി ബീച്ച് കേന്ദ്രീകരിച്ച് 25-ാം തീയതി ബഹുമാനീയനായ ടൂറിസം മന്ത്രി PC വിശ്വനാഥ് അവർ വന്ന് അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഓണാഘോഷം വിപുലമായ ഓണം, ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും ഗംഭീരമായി ഒരു ഓണാഘോഷ പരിപാടി പഞ്ചായത്ത് നടത്തുകയാണ്. ഇതിനു മുമ്പൊന്നും ഇങ്ങനൊരു പരിപാടി വയനാട് ഗ്രാമപഞ്ചായത്തിൽ നടന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഫാനുകൾ ഉൾപ്പെടെ ഒരുപാട് ദൈനംദിന ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ് അസൈൻ. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വിദ്യാർത്ഥിനെ കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുകയാണ്. നമുക്കറിയാം, നാളെയുടെ പ്രതീക്ഷയാണ് നിങ്ങളെല്ലാവരും. നമ്മുടെ ജീവിത കാലഘട്ടം ഏത് മേഖലകളിലേക്ക് കടന്നു പോയാലും നമ്മളെല്ലാവരും വാർദ്ധക്യത്തിലാകട്ടെ, യുവത്വം കഴിഞ്ഞ വാർദ്ധക്യത്തിൽ പോയി കഴിഞ്ഞാൽ പോലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടമായിരിക്കും എന്നതാണ്. ഒരുപക്ഷെ ഇപ്പോൾ കയ്പ് തോന്നിയാലും പിന്നീട് മധുരിക്കുന്ന ജീവിത അനുഭവങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടം. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ കുഞ്ഞനുജന്മാരും അനുജത്തിമാർക്കും ഇപ്പോൾ പറന്നു നടക്കുന്ന ശലഭങ്ങളെ പോലെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ ടെൻഷനില്ലാത്ത ഒരു സാഹചര്യം. നാളെയെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു സമയം. പക്ഷെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനി വരാൻ പോകുന്നത് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് കയറ്റങ്ങളും ഒരുപാട് ജീവിത അനുഭവങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ട ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരു വിദ്യാർത്ഥി അപേക്ഷിച്ചുകൊണ്ട് 10ാം ക്ലാസ് വിജയിച്ചു കഴിഞ്ഞാൽ ആ ഹയർ എഡ്യൂക്കേഷൻ ഏറ്റവും നിർണായകപരമായ സാഹചര്യമാണ്. ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് തിരഞ്ഞെടുക്കുന്ന സമയമാണ് +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ അപേക്ഷിച്ചുകൊണ്ട്. ഒരുപക്ഷെ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഡോക്ടറാകാൻ കഴിയില്ല എന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും എഞ്ചിനീയറാകാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഈ സദസ്സിൽ ഏറ്റവും കൂടുതൽ അമ്മമാരിരിക്കുന്നത് കൊണ്ട് അമ്മമാരെയും കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗം ചെയ്തവരാണ് ഈ ഇരിക്കുന്ന അമ്മമാർ എന്നതാണ്. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥി ഒരുപക്ഷെ KR റൂൾ അനുസരിച്ച് 9 മണിക്ക് ക്ലാസ് റൂമിൽ ചെന്നാൽ മതിയെങ്കിൽ പോലും, അല്ലെങ്കിൽ 9:15 എത്തിയാൽ മതിയെങ്കിൽ പോലും 6:30 മണിക്ക് തന്നെ ഒരു KG കുട്ടി പോലും വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം. അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട ഉമ്മയും അമ്മയും ഒക്കെ അതിരാവിലെ എഴുന്നേറ്റുകൊണ്ട് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നതിന് ശേഷമാണ് നമ്മൾ ഈ നിലയിലേക്ക് എത്തിയത്. നമ്മുടെ ഉമ്മമാരുടെ വാക്ക് കേട്ട്, അമ്മമാരുടെ വാക്ക് കേട്ട് ജീവിതത്തിൽ കടന്നുപോയ ഒരു കുട്ടിയും പരാജയപ്പെട്ടിട്ടില്ല എന്നതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഇരവിപുരം മണ്ഡലത്തിലെ ഈ ഡിവിഷൻ ഉൾപ്പെടെ 4 ഡിവിഷനിൽ എല്ലാ രീതിയിലും ഏത് കാര്യത്തിലും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ്, അതുപോലെ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, പ്രിയപ്പെട്ട കനക്കൽ സക്കീർ, പ്രിയപ്പെട്ട നമ്മുടെ നായിക് നിഖിൽ രാജ്, നമ്മുടെ ആർമി ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ നമ്മളെയൊക്കെ കണ്ട് അവർക്കെല്ലാം ഒരു ആശംസ കൊടുത്തുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു ഏകദേശം അരമണിക്കൂർ നമുക്കിത് തീർക്കാം. ഒരു ചെറിയൊരു ഗാനം നമ്മുടെ ശ്രുതി, നമ്മുടെ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി സൈതന്റെ മകളാണ്, ഒരു ഗാനം ആലപിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ MP എത്തിച്ചേരും.
എംപി NK പ്രേമേന്ദ്രൻ സാറ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊല്ലം പാർലമെന്റിൽ കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലം നമ്മളെ നയിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിനകത്തളങ്ങളിൽ ഏതൊരു വിഷയം വന്നാലും വളരെ കൃത്യമായി തന്നെ അവതരണം നടത്തി ആ അവതരിപ്പിക്കുന്ന ശൈലിയും അദ്ദേഹത്തിൻ്റെ പ്രസംഗവുമൊക്കെ നമ്മൾ കാണുന്നതാണ്. ആ നിലപാടുകൾ കൃത്യമായി കാര്യങ്ങൾ പ്രസൻസ് ചെയ്ത് നേടിയെടുക്കുന്ന ഒരു കഴിവ് ഉള്ള വ്യക്തിത്വം കൂടിയാണ് ബഹുമാനപ്പെട്ട NK പ്രേമേന്ദ്രൻ സാറ്. അപ്പം അദ്ദേഹം നമ്മൾ ഈ കാത്തിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്നത്തെ ദിവസം അറിയാം, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. നമ്മൾ രാവിലെ എല്ലാവരും ആഘോഷിച്ചിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിരിക്കുന്ന ഇതിന് ചുറ്റും നമ്മുടെ ഈ കൂട്ടിക്കട ജംഗ്ഷൻ തന്നെ 3 രാവിലെ തന്നെ പതാക ഉയർത്തിയത്. 80ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷമാണ് വന്നത്. അപ്പോൾ അതിൻ്റെതായ തിരക്കുകളുമായി ബന്ധപ്പെട്ടാണ് പല പരിപാടികളും എല്ലാവരും നടക്കുന്നത് കൊണ്ടാണ് താമസിച്ചത്. അപ്പം ഈ പരിപാടിയിൽ ഒരു 10 മിനിറ്റ് അകത്ത് തന്നെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ അവസാനം വിളിച്ചപ്പം കാക്കത്തോപ്പ് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. പള്ളിമുക്ക് മൊത്തം ബ്ലോക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമയോടെ കൂടി ഇരുന്നാൽ നമുക്ക് ബഹുമാനപ്പെട്ട MP വന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെയുള്ള മറ്റ് നേതാക്കളൊക്കെ പറഞ്ഞ് പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ദൗത്യം. അപ്പോൾ ആദ്യമായി തന്നെ നമ്മുടെ ഈ ഡിവിഷൻ്റെ പ്രസിഡന്റ് ജഹാംഗീർ കാക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ വേദിയിൽ ആശംസിക്കുകയാണ്. അതോടൊപ്പം മയ്യനാട് പഞ്ചായത്ത് നമുക്കറിയാം, എടുത്തു പറയേണ്ട കാര്യമില്ല, കഴിഞ്ഞ 72 വർഷക്കാലമായി ചെങ്കോട്ട എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്ത് മൂവർണ്ണക്കൊടി പാറിപ്പിച്ചുകൊണ്ട് ആ മയ്യനാട് പഞ്ചായത്തിന്റെ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞ 7 മാസക്കാലമായി ഭരണസമിതിയിൽ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൽ ഞാനടക്കമുള്ളവർ പ്രവർത്തിക്കുമ്പോൾ ഏത് കാര്യത്തിനും അന്ന് യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരു കൈത്താങ്ങായി അന്നും ഇന്നും നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട മയ്യനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് റാഫിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഡിവിഷന്റെ സർവതോമുഖമായിട്ടുള്ള വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ സംരംഭത്തിന്റെ സംഘാടകൻ കൂടിയായ പ്രിയപ്പെട്ട ആക്കോലിൽ ഡിവിഷൻ കൗൺസിലർ ശ്രീ അസൈനെ നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുരസ്കാര വിതരണത്തിലൂടെ 2 പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് നിർവഹിക്കപ്പെടുന്നത്. ഒന്ന്, മിടുക്കരായ വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, നിങ്ങൾ അക്കാദമിക രംഗത്ത് ആർജിച്ച അഭിമാനകരമായ വിജയത്തിന് പൊതുമണ്ഡലത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരം. ഒന്ന്, നിങ്ങളുടെ ഭാവി വിദ്യാഭ്യാസ ജീവിതത്തിൽ മികവോടുകൂടി മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായി ഈ പുരസ്കാര വിതരണം അല്ലെങ്കിൽ പുരസ്കാര ലബ്ധി അതിന് മാറിത്തീരണം. ഈ മെറിറ്റ് ഈവനിങ് അർത്ഥപൂർണമാകുന്നത് ഇന്ന് ഈ പട്ടണത്തിൽ വെച്ച്, കൂട്ടിക്കട പട്ടണത്തിൽ വെച്ച്, ഈ പരസ്യമായ പൊതുവേദിയിൽ വെച്ച് നിങ്ങളെ വിളിച്ച് ആദരിക്കുമ്പോൾ, നിങ്ങൾക്ക് പുരസ്കാരം നൽകുമ്പോൾ, പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ അഭിമാനത്തോടുകൂടി അത് ഏറ്റുവാങ്ങുകയും കൂടുതൽ ഉത്സാഹത്തോടും ഊർജിതമായി തുടർന്നുള്ള പഠനം നടത്തി മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് ഈ പുരസ്കാര ദാനം അല്ലെങ്കിൽ പുരസ്കാര ലബ്ധി പ്രചോദിതമായി തീരുമ്പോഴാണ് ഈ അവാർഡ് ഈവനിങ് അല്ലെങ്കിൽ മെറിറ്റ് ഈവനിങ് കൂടുതൽ അർത്ഥപൂർണമായി തീരുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ അനശ്വരമായ ആസ്തിയാണ് അറിവ് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ ആർജിക്കുന്ന മികവ്. ഡോക്ടർ APJ അബ്ദുൽ കലാം നിരന്തരമായി പറയുന്ന ഒരു വാചകമുണ്ട്. കുട്ടികളുടെ മനസ്സിൽ കുറിച്ചിട്ടോണം, സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്നും ഉപകരിക്കും. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പും പറഞ്ഞൊരു വാചകമാണ്, നോളജ് ഈസ് പവർ. അറിവാണ് അധികാരം, അറിവാണ് ശക്തി, അറിവാണ് കരുത്ത്. അത് നിങ്ങൾ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയുടെ ജീവിത സന്ദേശം പഠിച്ചിട്ടുള്ളവർക്കറിയാം. പ്രവാചകനും വിദ്യാഭ്യാസത്തിന് നൽകിയിട്ടുള്ള പ്രാധാന്യം വളരെ വളരെ വലുതാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. ആദ്യമായി ഹിറാ ഗുഹയിൽ വെച്ച് അവസാന പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിക്ക് ലഭിച്ച ദൈവികമായ സന്ദേശം അല്ലെങ്കിൽ പ്രബോധനം എന്ന് പറയുന്നതും നീ അറിയുക, നീ വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അറിവാണ്
വിവേചനാധിഷ്ഠിതമായിട്ടുള്ള വിജ്ഞാനമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്ത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ശക്തി. അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തോട് പറഞ്ഞിട്ടുള്ള വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, വിമോചിതരാകുക. വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രം അറിവാണ്. അറിവുള്ള ഒരു സമൂഹത്തിന് മാത്രമേ പ്രതികരിക്കാൻ കഴിയൂ, കലഹിക്കാൻ കഴിയൂ. ഇന്ന് നിങ്ങൾ രാജ്യത്തിന്റെ പൊതുസ്ഥിതി പരിശോധിച്ചാൽ ജന്തർ മന്ദറിൽ നടന്ന ജൻസി പ്രക്ഷോഭമാണെങ്കിലും, അതുപോലെ റാഞ്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭമാണെങ്കിലും, അതുപോലെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളുടെ പൊതുസ്ഥിതി പരിശോധിച്ചാൽ അവരെല്ലാം സമൂഹത്തിൽ അറിവും കഴിവും കൈവരിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അറിവുള്ളവരുടെ പ്രതിഷേധത്തിന്റെ പ്രസക്തി അല്പം വലുതാണ്. അപ്പൊ രാജ്യത്തെ വിദ്യാസമ്പന്നരായിട്ടുള്ള യുവതി യുവാക്കൾ പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുടെ അഭാവം ഒന്ന്, പഠിച്ച് നല്ലതുപോലെ മാർക്ക് വാങ്ങി വിജയിച്ചു വന്നാൽ തന്നെ അർഹതപ്പെട്ട അംഗീകാരം തൊഴിലിടങ്ങളിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം. അതിന്റെ ഭാഗമായിട്ടാണ്. മാത്രമല്ല, പരീക്ഷകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ, അത് PSC പരീക്ഷയായാലും, നീറ്റ് പരീക്ഷയായാലും, CBSE പരീക്ഷയായാലും, മറ്റേത് പൊതുപരീക്ഷകൾ പരിശോധിച്ച് നോക്കിയാലും ആ പരീക്ഷകളുടെയൊക്കെ വിശ്വാസ്യത വല്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മികവോടെ, കഴിവോടെ, കഠിനാധ്വാനം നടത്തി പരീക്ഷ എഴുതി റാങ്ക് വാങ്ങി വിജയിക്കുന്ന കുട്ടികൾക്ക് ജോലി ലഭിക്കാതിരിക്കുകയും, അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാതിരിക്കുകയും, വികലമായ രൂപത്തിൽ അല്ലെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ റാങ്കുകൾ ലഭിക്കുന്നവർക്ക് അത് ലഭിക്കുകയും ചെയ്യുമ്പോൾ ഒരു വലിയ നിരാശ പുതുതലമുറയിൽ വളർന്നു വരും. അതാണ് രാജ്യത്തുനിന്ന് പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. തലമുറയിൽ ഉണ്ടാക്കിയിട്ടുള്ള നൈരാശ്യവും അതിന്റെ പ്രതികരണവും പരിശോധിച്ചാൽ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ വെല്ലുവിളികളെയൊക്കെ കൃത്യമായി നാടിന് അതിജീവിക്കാൻ കഴിയും. ആർജവത്തോടുകൂടി ഒരുമിച്ച് നിന്ന് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും കഴിയുമെന്നുണ്ടെങ്കിൽ അത് സാധ്യമാകുമെന്ന് തെളിയിച്ചതാണ് ന്യൂഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടന്ന ജൻസി പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. പാർലമെന്റും രാഷ്ട്രീയ സമൂഹവും പൊതുമണ്ഡലവും ഒരുപോലെ തന്നെ ആ ജൻസി പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുകയും വൻപിച്ച വിജയകരമായി മാറിത്തീരുകയും ചെയ്തു എന്ന് പറയുന്നത് നമുക്കെല്ലാം ഉള്ള ഒരു പുതിയ അനുഭവമാണ്, പുതിയ പാഠമാണ്. ഇന്ന് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വൈകി, ഇപ്പോൾ തന്നെ വളരെ വൈകി എന്ന് എനിക്കറിയാം. രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യം സമുചിതമായി ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ്. 80 വർഷം പിന്നിടുന്നു രാജ്യം സ്വാതന്ത്ര്യലബ്ധിയുടെ 80 വർഷം. ആ 80 വർഷം പിന്നിടുമ്പോൾ രാജ്യം നേരിടുന്ന, ഇന്ന് ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. മൊത്തം ഞാൻ കേട്ടില്ലെങ്കിൽ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയതനുസരിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഇന്ന് പ്രസംഗമധ്യേ പരാമർശിച്ചത് വിദ്യാർത്ഥി യുവജന സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. എന്തുകൊണ്ടത് ഉണ്ടായി എന്ന് ചോദിച്ചാൽ ജന്തർ മന്ദറിൽ രൂപപ്പെട്ട പ്രതിഷേധം തന്നെയാണ്, രാജ്യത്തുയർന്നു വന്ന പ്രതികരണം തന്നെയാണ്. അപ്പൊ പ്രതികരിക്കാനും പ്രതിബദ്ധതയോടുകൂടി പ്രതിഷേധിക്കാനും അർത്ഥപൂർണമായി പ്രതിഷേധിക്കാനും ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനും നാം തയ്യാറായാൽ രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ വിജയകരമായി അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുന്നതാണ് ഭരണകൂടം, ഗവൺമെന്റ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ സമയം വളർന്നു വരുന്ന പുതിയ തലമുറയെ അഭിസംബോധന ചെയ്യാൻ നിർബന്ധിതമായത്. അപ്പൊ അത് നമുക്കൊരു അനുഭവമാണ്, ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ അക്കാദമിക രംഗത്ത് മികവാർന്ന വിജയം കൈവരിച്ച മിടുക്കരായ വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, നിങ്ങൾ കൈവരിച്ച വിജയം നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും അതുപോലെ നിങ്ങളുടെ രക്ഷകർത്താക്കൾ നിങ്ങൾക്ക് നൽകിയ സൗകര്യങ്ങളുടെയും അധ്യാപകരുടെ പരിശീലനത്തിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി വിജയിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ അസൈൻ ഏർപ്പെടുത്തിയിട്ടുള്ള കൗൺസിലർ അവാർഡ് പുരസ്കാരം നിങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അഭിമാനബോധത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും.